ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വാഗബോൺ വീൽസ്. ഞാൻ ഗോവിന്ദാരമ്മൻ. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പുതുപുത്തൻ ടാറ്റ നെക്സോണാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കോമ്പാക്റ്റ് SUV എന്ന ഖ്യാതിയും കൂടെ ഉണ്ട് നമ്മുടെ ഈ ചുണക്കൂട്ടിന്. എന്തായാലും ടാറ്റ നെക്സോണിൻ്റെ, അതായത് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് നെക്സോണിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് വീഡിയോയിലേക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ മാറ്റം ടാറ്റ നെക്സോണിൽ നമുക്ക് മനസ്സിലാവുന്നതിൻ്റെ ഫ്രണ്ടിലെ ഒരു കാഴ്ച തന്നെയാണ്. നമുക്കറിയാം, പണ്ടത്തെ നെക്സോണിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട് ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ. ഇവിടെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു DRL പോലെ തോന്നിക്കുന്നൊരു ഭാഗമുണ്ട്, പക്ഷേ ഇത് കണക്റ്റഡ് അല്ല. ഇവിടെ നമുക്കൊരു DRL യൂണിറ്റ് വരുന്നുണ്ട്, അത് ഡേ ടൈം റണ്ണിങ് ലാമ്പായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ഇതൊരു കണക്റ്റഡ് ഫീച്ചർ പോലെ നമുക്ക് നമ്മൾ ആഡിലൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് ഈ മോഡലിൽ അതില്ല. ടോപ്പ് ആൻഡ് വേരിയൻറ്റ് അത് വരുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് കണക്റ്റഡ് DRL പോലെ തോന്നിക്കുന്ന ഒരു എലമെൻറ്റ്. ഇവിടെ ഡേ ടൈം റണ്ണിങ് ലാമ്പും ഉണ്ട്. ഇവിടെയാണ് എൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി പണ്ടത്തെ നെക്സോണിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പുതിയൊരു ഫേസ് തന്നെ, അങ്ങനെ ഫേസ് ലിഫ്റ്റഡ് നെക്സോണ് ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ പണ്ടത്തെ നെക്സോൺ കുറച്ചൊരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു സോഫ്റ്റായിട്ട്, കുറച്ചും കൂടെ ഒരു ആധുനികതയുള്ളൊരു രൂപം എന്തായാലും ടാറ്റ നെക്സോൺ വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഒരു സിംഗിൾ യൂണിറ്റായിട്ട് ഉള്ള ഒരു ഹെഡ് ലാമ്പ് വരുന്നത്. പ്രൊജക്ടർ LED ആണ്. നമുക്കിവിടെ ഫോഗ് ലാമ്പോ മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ഒരു എയർ സ്കൂപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷേ അത് എയർ സ്കൂപ്പ് തന്നെയാണ്, ഭാഗമല്ല, എയർ സ്കൂപ്പ് തന്നെയാണ്. അതിന് ഇതിനൊരു എയറോഡൈനാമിക് സ്വഭാവം എന്തായാലും ടാറ്റ നെക്സോൺ നൽകുന്നുണ്ട്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചാണ് വരുന്നത്. ഒരു ഗ്രില്ലോ അങ്ങനെയൊന്നുമില്ല. പക്ക ഒരു EV പോലെ തോന്നിക്കുന്ന ഭാഗമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. ഇവിടെയാണ് ഗ്രില്ലിന് പകരം ഒരു എയർ ഡൗൺ പോലെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗ്രില്ലായിട്ടൊന്നും നമുക്ക് അതിനെ പറയാൻ സാധിക്കില്ല. ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു എയർ ഡാം ഉണ്ട്. അവിടെ തന്നെ വേറൊരു എന്താ പറയുക, ഒരു ക്രീം വൈറ്റ് എന്ന് പറയാവുന്ന രീതിയിലൊരു സ്കിഡ് പ്ലേറ്റ് ഭാഗമുണ്ട്. അതൊക്കെ എന്തായാലും നല്ല ഭംഗിയുണ്ട്. എല്ലാം ഒരേ ബ്ലാക്കിൽ കൊടുക്കാതെ ഇതൊരു വൈറ്റിൽ കൊടുത്തപ്പോൾ ഒരു ഭംഗി എന്തായാലും തോന്നിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ട് വരുന്ന ഫ്രണ്ട് ക്യാം വരുന്നുണ്ട്. ഇവിടെ സെൻസേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വാഹനം അഡാസ് അല്ല. പക്ഷേ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അഡീഷണൽ സുരക്ഷ എന്തായാലും വാഹനത്തിന് ഉണ്ടെന്ന് പറയാം. ഓക്കെ, നമുക്ക് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പേ ബോണറ്റും കൂടെ ഒന്ന് നോക്കാം. ബോണറ്റ് നോക്കുമ്പോഴും നമുക്ക് പഴയ മോഡലിൽ നിന്നൊരു വ്യത്യാസം എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു നല്ല രീതിയിലൊരു പവർ ബൾജൊക്കെ കൊടുത്ത് കുറച്ചൊന്ന് ഗാംഭീര്യമൊക്കെ ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് കട്ടിങ്ങും ബൾജിങ്ങും ഒക്കെ ഉണ്ട്. ബോണറ്റിൽ നിന്ന് അതായത് നമ്മുടെ സീറ്റിരിക്കുമ്പോൾ ബോണറ്റൊന്നും കണ്ട് അങ്ങനെ നമ്മളെ കാഴ്ച മറക്കുന്ന രീതിയിലൊന്നുമല്ല. അത്യാവശ്യം താഴ്ന്നിറങ്ങുന്ന ഒരു ബോണറ്റ് തന്നെയാണ്. ഇവിടെ ഇവിടെ താഴ്ന്നു വരുന്ന രീതിയിലാണ് ബോണറ്റിൻ്റെ ഒരു സ്റ്റൈലിംഗ് വരുന്നത്. സോ നമ്മളെ കാഴ്ച മറക്കുന്ന രീതിയിൽ ഉയർത്തിയൊന്നുമല്ല ബോണറ്റ് വെച്ചിരിക്കുന്നത്. എന്തായാലും അതെന്തായാലും അങ്ങനെയാണ്. നമുക്കിനി സൈഡിലേക്ക് പോകാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു വീലാർച്ചും അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു കട്ടിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗാംഭീര്യമായ ലുക്ക് എന്തായാലും സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്ലാഡിങ്, പ്ലാസ്റ്റിക് ക്ലാഡിങ് ഉണ്ട്. മെറ്റലായിട്ട് കണക്ട് ചെയ്യുന്നൊരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ഉണ്ട്. നമ്മൾ തൊടുമ്പോഴൊക്കെ ഭയങ്കര ബിൽഡ് ക്വാളിറ്റി ടാറ്റയുടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ കാറിലൊക്കെ തൊടുമ്പോൾ നമുക്കറിയാം, അത് ഒന്ന് തൊടുമ്പോൾ തന്നെ ഒന്ന് ചപ്പിപ്പോകുന്നൊരു ഫീലൊക്കെ വരും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് ഭയങ്കര ഇരുമ്പ് പോലെ ഇരിക്കുന്ന ഒരു ഉരുക്ക് ചട്ട പോലെ ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അതെന്തായാലും നെക്സോണിലും ഉണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു കാറ് കൂടിയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവും. സോ വീലാർച്ചിൻ്റെ കാര്യം കഴിഞ്ഞ് ഈ ടയർ നോക്കുകയാണെങ്കിൽ ഇത് 16 ഇഞ്ച് ടയറാണ് വരുന്നത്. അതിൽ ഒരു മനോഹരമായ അലോയ് വീൽ, ഇവിടെ ഡയമണ്ട് കട്ട് ഫിനിഷൊക്കെ ഉള്ളൊരു മനോഹരമായ അലോയ് വീലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അലോയ് വീലിൻ്റെ ഡിസൈനൊക്കെ പക്ക ഒരു EV ടൈപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൺവെൻഷനലി കാണുന്ന ഒരു പെട്രോൾ ഡീസൽ വാഹനത്തിലുള്ള ഒരു അലോയ് വീൽ ഡിസൈനുള്ള ഒരു EV വെഹിക്കിൾ എന്ന് തോന്നിക്കുന്നതിലുള്ള ഒരു അലോയ് വീൽ ഡിസൈനാണ് ഇവിടെ ഉള്ളത്. എന്തായാലും അതും ഗംഭീരമായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ ചേരുന്ന തരത്തിൽ തന്നെ അലോയ് വീൽ ഡിസൈനും ഉണ്ട്. ഓക്കെ, നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറർ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇങ്ങനെ പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ടേണിംഗ് ലാമ്പുണ്ട്. പിന്നെ താഴെ 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ട് ക്യാമറയും ഉണ്ട്. നല്ല ക്ലാരിറ്റിയൊക്കെ ഉള്ളൊരു അത്യാവശ്യം കൊള്ളാവുന്നൊരു ക്യാമറ തന്നെയാണ്. നമുക്ക് അകത്തിരുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. അത്യാവശ്യം കൊള്ളാം. ഈ ഒരു കളറിന് ചേരുന്ന തരത്തിൽ തന്നെയുള്ളൊരു കളർ തന്നെയാണത്.
വേറെ സൈഡിൽ കാര്യങ്ങളായിട്ടില്ല. പക്ഷേ ഇവിടെ അല്ലേ ഒരു പവർ ബൾജൊക്കെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതെന്തായാലും കാണാനായിട്ടുള്ള. സോ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഒഴുകി ഇറങ്ങും. അതായത് പക്കാ ഒരു സ്ട്രെയിറ്റ് ലൈൻ പൊസിഷനിലല്ല പോകുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം ഇങ്ങനെ ഇവിടെ ഒരു ഹമ്പ് പോലെ തോന്നിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒഴുകി ഇറങ്ങുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ വരുന്നത്. എന്തായാലും പഴയ നെക്സോണിലുള്ള പോലെ തന്നെ പുതിയ നെക്സോണിൽ അത് തുടർന്ന് പോകുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. ഇത് വെയിറ്റ് ഒന്നും എടുക്കുന്നതല്ല, എങ്കിലും അതൊരു ഭംഗിക്ക് SUV എന്നൊരു വാഹന വിഭാഗത്തിന് പറ്റുന്ന രീതിയിൽ തന്നെ ഭംഗിക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും നല്ല ഭംഗി തന്നെയാണ് കാണാൻ. ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡുള്ള ഒരു സ്പോയിലറുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബ്രേക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെയും കണക്റ്റഡ് ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ്. വളരെ ഭംഗിയുള്ള ഭയങ്കര ഒരു ആധുനികതയുള്ളൊരു ടെയിൽ ലാമ്പ് സെക്ഷനാണ് ഇപ്പോഴത്തെ നെക്സോൺ വരുന്നത്. പഴയ നെക്സോണിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. ഇത് കണക്റ്റഡ് ആണ്. ഇത് രാത്രിയൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അത് നല്ല അതങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റിവേഴ്സിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്, അത്ര തന്നെയാണ്. പിന്നെ ഇവിടെയും അത്യാവശ്യം നല്ല ബൾജിങ് ഒക്കെ ഉള്ളൊരു ഭാഗമുണ്ട്. ഇവിടെ 360 ഡിഗ്രി ക്യാമറ, ഇവിടെ ടാറ്റയുടെ ലോഗോ, ഇവിടെ നെക്സോൺ എന്നുള്ളൊരു എഴുത്തുമുണ്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടൊരു കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ആയിട്ടും മാറിയിട്ടുണ്ട്. പഴയ നെക്സോണിൻ്റെ ബാക്കുമായിട്ട് ഒരു സാമ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് അവർ പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഫ്രണ്ടും അങ്ങനെ തന്നെയാണ്, ബാക്കും അങ്ങനെയാണ്. നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇത് നെക്സോൺ അല്ലേ എന്നുള്ളൊരു ഫീൽ വരുന്നത്. അല്ലാതെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഇത് നെക്സോൺ ആണെന്ന് പെട്ടെന്ന് തോന്നത്തില്ല. വേറെ ഏതൊരു EV വെഹിക്കിൾ വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് സൈഡിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അകത്ത് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കൂടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നെക്സോൺ കംപ്ലീറ്റ്ലി പൊളിച്ചെഴുതി എന്ന് പറയുമ്പോൾ നമുക്ക് അകവും കൂടെ മനസ്സിലാവും അത് എത്രത്തോളം മാറ്റം സംഭവിച്ചു എന്നുള്ളത്. കാരണം പണ്ടത്തെ നെക്സോണിൽ ഒരുപാട് ഒരു ക്വാളിറ്റി ഇഷ്യൂ ഫീൽ ചെയ്തു. അതുമാത്രമല്ല ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈസ് ചെറുതായിരുന്നു. പിന്നീട് പല പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ഭയങ്കര കുറവായിരുന്നു. മേക്കിംഗ് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഒക്കെ അകത്ത്, പുറമേ ഭയങ്കര ബിൽഡ് ക്വാളിറ്റി, പക്ഷേ അകത്തിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ ഭയങ്കര കുറവായിരുന്നു ഒരു പരാതിയൊക്കെ പലരും ഉന്നയിച്ചിരുന്നു. ഈവൻ റിവ്യൂസ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. കാരണം കംപ്ലീറ്റ്ലി ന്യൂ ആണ് ഇതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളെന്ന് പറയുമ്പോൾ. കാരണം ഈ ഒരു സ്റ്റിയറിംഗ് കോളം നമുക്ക് എടുത്തു പറയാം. കാരണം ഇത് ഒരു വാഹനത്തിലും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ ഒരു ഡിജിറ്റൽ ലോഗോയാണ്. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിജിറ്റൽ ലോഗോയാണ് വരുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഒരു ഡിജിറ്റൽ ലോഗോ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇത് നമ്മൾ വേറൊരു വണ്ടിയിലും കണ്ടിട്ടില്ല. അപ്പോൾ ചില EV വെഹിക്കിൾസ്, ചൈനീസ് മെയ്ഡായിട്ടുള്ള EV വെഹിക്കിൾസിൽ കാണും. അതല്ലാണ്ട് വേറൊരു വാഹനത്തിലും കാണാത്തൊരു തരത്തിലുള്ളൊരു ഡിജിറ്റൽ ലോഗോ നമുക്ക് സ്റ്റിയറിംഗ് കോളത്തിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതൊരു വ്യത്യസ്തമായ കാര്യമായിട്ട് മാറി. പിന്നീട് പുതിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇത് 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. അതും വലിയൊരു കാര്യമാണ്. കാരണം നേരത്തെ നമുക്ക് കിട്ടിയിരുന്ന 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ അത് മാറി 10.25ൻ്റെ ഒരു വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായി. അതിൻ്റെ ക്വാളിറ്റി മാറി HD ക്വാളിറ്റിയുള്ള സ്ക്രീനാണ് വരുന്നത്. സോ അതിലൊക്കെ ടാറ്റ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് റെസ്പോൺസ് ഭയങ്കര ലൈറ്റാണ്. വാഹനം ഓട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റിയറിംഗ് റെസ്പോൺസ് ഭയങ്കര ലൈറ്റാണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു കംപ്ലീറ്റ്ലി പുതിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, കംപ്ലീറ്റ് ഡിജിറ്റലായിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, നമുക്ക് വായിക്കാനും എല്ലാ റീഡിങ്സും എല്ലാം വളരെ കൃത്യമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതും ടാറ്റ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ക്രിയേറ്റീവ് S+ എന്ന് പറയുന്ന ഒരു ടോപ്പിന് തൊട്ട് താഴെയുള്ള ഒരു മോഡലാണ്. സോ അതിൽ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഈ ഒരു വലിയ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. പിന്നീട് ഇവിടെ ഉണ്ടല്ലേ നമുക്ക് ഭയങ്കര സുഖമാണ് തൊടാനൊക്കെ. ലെതേർഡായിട്ടുള്ള ഒരു ടെക്സ്ചർ ഇവിടെ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് തൊട്ട് താഴെ തന്നെ സ്റ്റിച്ചിങ് ഉൾപ്പെടെയുള്ള ലെതർ ഫിനിഷുള്ളൊരു ടെക്സ്ചറുണ്ട്. പിന്നീട് എന്താ പറയുക, അത്യാവശ്യം ഒരു ആവറേജ് ക്വാളിറ്റി ഫീൽ ഉള്ള ഒരു ഡാഷ്ബോർഡാണെന്ന് പറയാം ഈ ഒരു ഭാഗമൊക്കെ. കാരണം ഒരു ടോപ്പ് നോച്ച് എന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡ് ക്വാളിറ്റി ഇവിടെയും ഫീൽ ചെയ്യുന്നുണ്ട്. അതും ടെക്സ്റ്റേർഡാണ്. അതിനൊക്കെ ഒരു എന്താ പറയുക ഗ്രേ കളർ ആണ്, ഒരു ബ്ലാക്കോ ഗ്രേയോ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ളൊരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഒരു ടെക്സ്റ്റേർഡ് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ബീജ് കളർ കൊടുത്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ്ലി ബ്ലാക്ക് അല്ല, ബീജും കൂടെ ഇടകലർത്തി ഒരു സിൽവർ ഫിനിഷുള്ള ഇവിടെ ഒരു ഭാഗമുണ്ട്. അതെല്ലാം ഇടകലർത്തി നമുക്ക് അത്യാവശ്യം ഒരു റൂമി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 7 സ്പീഡ് DCA ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ DCA ഗിയർ നോബാണ് കാണുന്നത്. അവിടെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പാർക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്.
ഇവിടെ നമുക്ക് ഡ്രൈവ് സെലക്ട് ചെയ്യാനുള്ള മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു റോട്ടറി ഉണ്ട്. അതായത് സിറ്റി മോഡുണ്ട്, എക്കോ മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്. നമുക്ക് എക്കോ മോഡിൽ ഇടുമ്പോൾ അത്യാവശ്യം ഒരു എക്കണോമിക്കലായിട്ടുള്ള ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. സിറ്റി ഇടുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പ് വരും. സ്പോർട്ട് മോഡ് ഇടുമ്പോൾ ഫുൾ പവറിലാണ് വണ്ടി പോകുന്നത്. ഏകദേശം 118 bhp പവറും ഒരു 170 Nm ടോർക്കും ഈ വണ്ടി സ്പോർട്ട് മോഡിലിടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നൽകുന്നുണ്ട്. അത് എന്തായാലും ആ ഒരു ഡ്രൈവിംഗ് അടിപൊളി തന്നെയാണ്, നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. പക്ഷേ മൈലേജിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഡ്രോപ്പ് എന്തായാലും വരും. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയാനുള്ളത്. സീറ്റ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കൊള്ളാം. വെന്റിലേറ്റഡ് അല്ല എങ്കിലും നമുക്ക് നല്ല തൈ സപ്പോർട്ടും ഇവിടെ സൈഡൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ബാക്കും ബോൾഷേഴ്സൊക്കെ കൊടുത്ത് അത്യാവശ്യം സപ്പോർട്ടായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. സ്റ്റിച്ചിങ്ങും നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു സീറ്റ് തന്നെയാണ്, നല്ല സോഫ്റ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് എല്ലാ വാഹനത്തിലും ഇപ്പോൾ ഉള്ള എല്ലാ വാഹനത്തിലുള്ള പോലെ ഒരു സൺറൂഫ് എന്തായാലും ഈ വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പെയിനാണ്, നമുക്ക് പനോരമിക് ഒന്നുമല്ല, സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. പിന്നീട് ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത അതിൻ്റെ ഹർമൻ മ്യൂസിക് സിസ്റ്റമാണ്. ഇത് എനിക്കൊന്ന് 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വരുന്നത്. പ്ലസ് ഒരു സബ് വൂഫറുണ്ട്. അപ്പോൾ അതിഗംഭീരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ട്വീറ്റേഴ്സ് ഉണ്ട്. അപ്പം സറൗണ്ട് ആയിട്ട് ഒരു 3D എഫക്റ്റ് തന്നെ അതിൻ്റെ മ്യൂസിക് സിസ്റ്റം നമുക്ക് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള മ്യൂസിക്കാണ് അതിൽ നിന്ന് വരുന്നത്. സോ അതും അടിപൊളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സോ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യങ്ങൾ. ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞില്ല, ഒരു DC വെഹിക്കിളാണ്. അപ്പോൾ അത്യാവശ്യം സ്പോർട്ടി റൈഡിനായിട്ട് ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ ആവശ്യാനുസരണം ഷിഫ്റ്റ് ചെയ്ത് പോവാം. സോ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് കേട്ടോ. ഈ വാഹനം ക്രൂയിസ് കൺട്രോളാണ്, അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ ഒരു ഹൈവേയിലൊന്നും നമുക്ക് അതൊന്നും സെറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷേ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഒരു എക്സ്പ്രസ് വേയിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ക്രൂയിസ് കൺട്രോൾ നമുക്ക് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് പോകാൻ സാധിക്കും. പിന്നെ 6 എയർ ബാഗ് ഉണ്ട്. സുരക്ഷിതത്വം അത് തന്നെ നമുക്ക് ധാരാളമാണ്. പിന്നെ ABS ഉണ്ട്, ESP ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്, അങ്ങനെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഇല്ലാത്തതായിട്ടൊരു കാര്യമില്ല. എല്ലാ അഡാസ് ഒഴിച്ച് ബാക്കി എല്ലാ സുരക്ഷാ സംവിധാനം ഇന്ന് എന്തുണ്ടോ അതെല്ലാം ഈ ഒരു ടാറ്റ നെക്സോണിൽ ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 6 എയർ ബാഗ് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്ന് എല്ലാ മാനുഫാക്ചേഴ്സ് ഒന്നും ഇപ്പോഴും 6 എയർ ബാഗ് കൊടുക്കുന്നില്ല. പക്ഷേ ടാറ്റ എന്തായാലും 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്, അത് നല്ല കാര്യം. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ നിന്നുള്ള കാര്യം. പിന്നെ ഞാൻ ഒരു ലെഗ് റൂമൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊരു 6 feet ഉള്ള ഒരാളാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞാൻ കംഫർട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് സ്റ്റിയറിംഗ് കോളത്തിൽ വലിയ തട്ടലൊന്നുമില്ല. മാക്സിമം സീറ്റ് താഴ്ത്തിയിട്ടിട്ടില്ല, കുറച്ചും കൂടെ താഴ്ത്താൻ സാധിക്കും. താഴ്ത്തിയിട്ടാൽ വീണ്ടും ലെഗ് റൂം കിട്ടും. സോ അതും വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയും മറയ്ക്കുന്ന രീതിയിൽ ബോണറ്റൊന്നുമില്ല, അതും നല്ല കാര്യം തന്നെയാണ്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ. നമുക്കിനി ബാക്കിലെടുത്ത് പോയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലെഗ് റൂം എങ്ങനെയാണ്, സീറ്റിംഗ് പൊസിഷൻ എങ്ങനെ, അതൊക്കെ നോക്കിയിട്ട് വരാം. യെസ്, അപ്പോൾ ഞാൻ ബാക്കിലേക്ക് എത്തി. ബാക്ക് സീറ്റ് ഇരിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ലെഗ് റൂമുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ളൊരു സീറ്റ് തന്നെയാണ്. നല്ല കുഷനിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഈ ബാക്ക് സീറ്റിൽ 3 സീറ്റ് ബെൽറ്റിനും സെൻസേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. ബാക്കി പല വാഹനങ്ങൾക്ക് ഫ്രണ്ടിലെ സീറ്റ് ബെൽറ്റ് മാത്രമേ സെൻസർ നൽകിയിട്ടുള്ളൂ. പക്ഷേ ഒരു അധിക സുരക്ഷ എന്ന രീതിയിൽ ബാക്കിലത്തെ പാസഞ്ചേഴ്സും സീറ്റ് ബെൽറ്റ് ധരിക്കാനായിട്ട് റിമൈൻഡർ അല്ലെങ്കിൽ ഒരു അലാം നമ്മൾ ഇട്ടില്ലെങ്കിൽ ഈ വാഹനത്തിൽ കേട്ടുകൊണ്ടിരിക്കും. സോ ബാക്കിലത്തെ ആൾക്കാരും ഈ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ യാത്ര ചെയ്യേണ്ടതാണ്. അതൊരു സുരക്ഷ തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. സോ അതൊരു കാര്യം. പിന്നീട് ഹെഡ് റൂം നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഹെഡ് റൂം കുറച്ച് കുറവാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അല്ലേ ഇതൊരു ചെത്തി എടുത്തിട്ടുണ്ട് ഈ ഭാഗം. സോ അവിടെ ഹെഡ് റൂം പ്രശ്നമില്ല. നമ്മൾ ഇരിക്കുമ്പോൾ, ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഹെഡ് റൂമൊന്നും പ്രശ്നമില്ല. അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട്. ലെഗ് റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ഒന്ന് ചെത്തി ഇറക്കിയത് കൊണ്ട് തന്നെ ലെഗ് റൂം അത്യാവശ്യം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 AC യൂണിറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ചാർജിങ് പോയിന്റ് വരുന്നില്ല. എന്നാൽ ബാക്കിൽ ഒരു സ്പേസിൽ ചാർജിങ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് മൊബൈലിൻ്റെ USB കേബിൾ അവിടെ കുത്തിയിട്ട് ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കാം. അതൊരു നല്ല കാര്യമുണ്ട്. എന്തായാലും അതവിടെ ഉണ്ട്. പിന്നെ ബാക്കിൽ 2 ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 3ാമത്തെ ആൾക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല. സോ അത് ഹെഡ് റെസ്റ്റ് ഇല്ല. പിന്നെ നമുക്ക് ബാക്കിലൊരു ആംറെസ്റ്റും വരുന്നില്ല ഈ വാഹനത്തിൽ. അത് വേണമെങ്കിൽ നമുക്കൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. ബാക്കിലൊരു ആംറെസ്റ്റ് വരുന്നില്ല. പിന്നെ ഇത് 60/48 സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതും ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് പറയാം. പക്ഷേ ഞാൻ പറയാം, നല്ല കുഷനിങ് ഉള്ള, നല്ല തൈ സപ്പോർട്ടുള്ള അടിപൊളി സീറ്റ് തന്നെയാണ്. ലോങ് റൈഡിനൊക്കെ നമുക്കൊരു ക്ഷീണവും വരാത്ത രീതിയിലുള്ള സീറ്റ് എന്തായാലും ബാക്കിലുണ്ട്. സോ അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല.
സോ ബാക്കും അത്യാവശ്യം നല്ല ഒരു കംഫേർട്ട് എന്തായാലും നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഹുക്ക് ടാറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഒരു കവറൊക്കെ തൂക്കിയിടാൻ സാധിക്കുന്ന ഒരു ഹുക്ക് വേറൊരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇറങ്ങുന്ന വേറെ ഒരു വണ്ടിയിലും ഇല്ലാത്തൊരു സംവിധാനമാണ് ടാറ്റ. എന്തായാലും അവിടെ ഒരു ഹുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് അകത്തോട്ട് കയറ്റി വയ്ക്കാം. അത് ഓക്കെ, ഒരു അമ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കാര്യം എന്തെങ്കിലും നമുക്ക് പെട്ടെന്നൊരു സഞ്ചിയൊക്കെ കിട്ടുകയാണെങ്കിൽ തൂക്കിയിടാൻ പറ്റുന്ന പാകത്തിന് അതെന്തായാലും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇതൊരു കീ ആണ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കൂടെ പാസഞ്ചർ ഇല്ല എന്നുള്ളൊരു ഘട്ടമാണെങ്കിൽ അപ്പോൾ നമുക്ക് പാസഞ്ചർ എയർ ബാഗിൻ്റെ ഫംഗ്ഷൻ ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു കീ ആണ്. അതെന്തായാലും വേറൊരു വണ്ടിയിലും ഞാൻ കണ്ടിട്ടില്ല. സോ അതും ടാറ്റയുടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അപകടം നടക്കുകയാണെങ്കിൽ പാസഞ്ചർ എയർ ബാഗ് വർക്കിംഗ് ആയി അതിൻ്റെയും കൂടെ കാശ് കളയേണ്ട, അല്ലെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു വേസ്റ്റ് ആവേണ്ട, ആ ഒരു പാസഞ്ചർ എയർ ബാഗ് വേസ്റ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് പാസഞ്ചർ ഇല്ലെങ്കിൽ, കോ പാസഞ്ചർ കൂടെ ഇല്ലെങ്കിൽ അത് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഡ്രൈവർ സൈഡിൽ എയർ ബാഗ് മാത്രമേ വർക്കിംഗ് ആവുള്ളൂ, ഈ സൈഡിൽ ഇത് വർക്കിംഗ് ആവില്ല. സോ അതൊരു നല്ല കാര്യമാണ്. ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി, ഇപ്പോഴാണ് ഓർത്ത് ഞാൻ പറയാം. ഈ ഒരു വാഹനം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതിന് ബാക്ക് വൈപ്പർ ഇല്ലയെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഈ വാഹനത്തിന് ബാക്ക് വൈപ്പർ ഉണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അതൊരു പ്രത്യേക വ്യത്യസ്തമാണ്. കാരണം ബാക്കിയുള്ള വാഹനത്തിന് ഇവിടെ ഒരു വൈപ്പർ കൊടുത്തിട്ട് അത് ഇങ്ങനെയാണ് കറങ്ങുന്നത്. പക്ഷേ ടാറ്റ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, മറച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു സംവിധാനം കൊണ്ട് ഈ വാഹനത്തിൽ ബാക്ക് വൈപ്പർ ഉണ്ട്. സോ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. നമുക്കിനി വേറെ കുറച്ച് ഡ്രോബാക്സും കൂടെ ഈ വാഹനത്തിലുണ്ട്, അത് ഞാൻ പറയാം. ആ കാര്യങ്ങളും കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് എഞ്ചിൻ വിശേഷങ്ങൾ പിന്നെ ഡ്രൈവിൻ്റെ കാര്യങ്ങളോട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈവർ സൈഡ് ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 4 വിൻഡോസിൻ്റെയും പവർ വിൻഡോ സ്വിച്ചസ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് ടോൺ ആണെങ്കിൽ ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ബ്ലാക്ക് ആണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് മിററിൻ്റെ 2 മിറർ, റൈറ്റും ലെഫ്റ്റും മിററിൻ്റെയും ഫോൾഡിങ്ങും അഡ്ജസ്റ്റും വരുന്നത്. അതിവിടെയാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഒന്നുമല്ല. സോ അതെന്തായാലും അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു AC വെൻ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു താഴെയാണ് നമ്മളെ ബോണറ്റ് തുറക്കുന്ന ഒരു സ്വിച്ച് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യുന്നത് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ സൈഡുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡോർ പാഡ് നോക്കുമ്പോൾ ഇവിടെയും ഒരു 2 ടോൺ കളറിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബ്ലാക്ക്, ടെക്സ്റ്റേർഡ് ബ്ലാക്ക്, ഇവിടെ ഒരു വൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ചിലർക്ക് ഈ ഒരു ഭാഗം ഇഷ്ടപ്പെടും, കാരണം 2 ടോണുള്ളവർ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ചില രീതിയിലൊക്കെ അഴുക്കൊക്കെ പിടിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. സോ മാക്സിമം കെയർ എടുത്ത് പോകേണ്ട ഒരു ഭാഗം കൂടിയാണ് ഈ വൈറ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം. സോ വേറൊന്നുമില്ല, ഇവിടെ ഒരു ക്രോം ഫിനിഷിലുള്ളൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്വീറ്ററും ഇവിടെ ഒരു സ്പീക്കറും വരുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞില്ല, അത്രയും ഗംഭീരമായൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ട്വീറ്ററും സ്പീക്കറും ബാക്കിൽ വരുന്നുണ്ട്. പല വാഹനങ്ങൾക്ക് നമുക്ക് സ്പീക്കർ മാത്രമേ വരുന്നുള്ളൂ, ട്വീറ്റർ പോലും വരുന്നില്ല. സോ ഇതിൽ രണ്ടും ഉണ്ട്. ഇവിടെ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ച് ഉണ്ട്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന ഒരു സ്പേസ് ഉള്ളൂ, വലിയൊരു ബോട്ടിൽ വയ്ക്കാവുന്ന സ്പേസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് ചൈൽഡ് സേഫ്റ്റി ലോക്ക് വരുന്നുണ്ട്. അതൊക്കെ എന്തായാലും എല്ലാം ടാറ്റ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ വിട്ടുപോയതാണ്, നമുക്ക് ഈ ഒരു സീറ്റിൽ ഒരു സീറ്റ് പോക്കറ്റോ ബാക്കിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കീയോ മൊബൈൽ ഫോണൊന്നും ഇടാൻ പാകത്തിന് ഒരു പോക്കറ്റ് ഇവിടെ കൊടുത്തില്ല. അതൊക്കെ ഒരു ബേസിക് കാര്യമാണ്, എല്ലാ വാഹനത്തിലും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതിപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആവട്ടെ, ഏറ്റവും ബേസ് വേരിയൻ്റ് ആവട്ടെ, എല്ലാ വാഹനത്തിലും കാണും. പക്ഷേ ടാറ്റ എന്തുകൊണ്ടോ നെക്സോണിൽ കൊടുത്തിട്ടില്ല. നമുക്ക് സീറ്റ് കവർ ഇടാനും പറ്റത്തില്ല, കാരണം ഇതൊരു ഞാൻ പറയില്ലേ 6 എയർ ബാഗുള്ളൊരു വാഹനമാണ്. അപ്പോൾ എയർ ബാഗിൻ്റെ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സീറ്റ് കവറും ഈ വാഹനത്തിൽ അത് ഇടാൻ സാധിക്കില്ല. അത് എയർ ബാഗിൻ്റെ ഫംഗ്ഷനെ ബാധിക്കും. സോ അതൊരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ നമുക്കൊരു ചാർജിങ് പോയിന്റ് വരാത്തതും ഒരു ഡ്രോബാക്ക് എന്ന് പറയാം. ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് അത്യാവശ്യമായിരുന്നു, പക്ഷേ ടാറ്റ എന്തുകൊണ്ട് അതും കൊടുത്തിട്ടില്ല. സോ അങ്ങനെ ചെറിയ ചെറിയ ഡ്രോബാക്സ് ടാറ്റ നെക്സോണിൽ ഇപ്പോഴും ടാറ്റ ഈവൻ ടോപ്പ് എൻഡിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണെന്ന് ഓർക്കണം, അതിൽ കൊടുത്തിട്ടില്ല ടാറ്റ. എന്തുകൊണ്ടോ എനിക്കൊന്ന് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും, എന്തുകൊണ്ട് അതൊന്നും കൊടുത്തിട്ടില്ല. വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം.
ഞാൻ നേരത്തെ ഈ ഒരു ഫ്രണ്ട് പാസഞ്ചർ ആൻഡ് ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ ഒരു ഡ്രോബാക്ക് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നതല്ല, പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ആ ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ ഇതൊരു ടോപ്പ് എൻഡ്, ഞാൻ പറഞ്ഞില്ല ക്രിയേറ്റീവ് S+ എന്ന് പറയുന്നൊരു സൺറൂഫ് ഉള്ളൊരു മോഡലാണ്. അതായത് ടോപ്പ് എൻഡ് തൊട്ട് താഴെയുള്ളൊരു നെക്സോൺ വെഹിക്കിളാണ്. പക്ഷേ ഈ വെഹിക്കിളിൽ നമ്മൾ ഇപ്പോഴത്തെ പല വാഹനങ്ങളിലും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ ഹാൻഡ് റെസ്റ്റ് അതൊരു മസ്റ്റാണ്. ഇന്നത്തെ നമ്മളെ റോഡ് കണ്ടീഷനും ഡ്രൈവിംഗ് കണ്ടീഷനിലൊക്കെ ഹാൻഡ് റെസ്റ്റ് ഒരു മസ്റ്റാണ്. കാരണം പല വാഹനങ്ങളും ഓട്ടോമാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം ഹൈവേയിലേക്ക് പോകുമ്പോൾ ഗിയർ അധികം ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു കൈ നമുക്കധികം ഒരു യൂസ് വരുന്നില്ല. സോ ഒന്ന് റെസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഹാൻഡ് റെസ്റ്റ് മസ്റ്റാണ്. അതിന് താഴെയുള്ള സ്റ്റോറേജും ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. പക്ഷേ ഈ വാഹനത്തിൽ സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഹാൻഡ് റെസ്റ്റ് ഡാറ്റ കട്ട് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അതൊരു ബേസിക് കാര്യമാണ്. അത് കട്ട് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. കാരണം അതൊരു ബേസിക്കാണ്, അതൊരു ലക്ഷറിയസ് സംവിധാനമൊന്നുമല്ല, അതൊരു ബേസിക്കാണ്. സോ ആ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പോലും ടാറ്റ ഈ ഒരു ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ള വേരിയൻറ്റിൽ കൊടുക്കാത്തതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ വാഹനം എടുത്ത എല്ലാവർക്കും ഒരു വിയോജിപ്പുണ്ട്. ഒരു 10,000-5,000 രൂപ കൊടുത്താൽ കിട്ടാവുന്ന ഒരു സാധനമുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് വെച്ചെന്ന് പറഞ്ഞൊരു വലിയ കോസ്റ്റ് ഒന്നും മാറാൻ പോകുന്നില്ല. സോ അത് കൊടുക്കണമായിരുന്നു. മേ ബി വരുന്ന അപ്ഡേഷനിലൊക്കെ അതൊക്കെ വരുമായിരിക്കും. എന്തായാലും ആ ഒരു സംവിധാനം കൂടെ, അല്ലെങ്കിൽ ഒരു ഹാൻഡ് റെസ്റ്റും കൂടെ കൊടുക്കാമായിരുന്ന ഒരു സാമാന്യ ബോധം ടാറ്റയ്ക്ക് ഇല്ലാതെ പോയി. സോ അത്രേ ഉള്ളൂ. വേറെ വലിയൊരു ഡ്രോബാക്ക് ഒന്നും വാഹനത്തിൽ ഞാൻ പറഞ്ഞില്ല. ചെറിയൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലുള്ള ഒരു കോംപ്രമൈസ് ഇപ്പോഴും ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. നമുക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല ഇപ്പോഴും. പക്ഷെ ബാക്കി എല്ലാ ക്വാളിറ്റി കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും എല്ലാം ടാറ്റ നെക്സോണിനെ ഗംഭീരമാക്കിയിട്ടുണ്ട്. സോ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആകായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹാൻഡ് റെസ്റ്റും കൂടെ കൊടുക്കാമായിരുന്നു. അതെന്തുകൊണ്ടോ ടാറ്റ കൊടുത്തില്ല. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള എനിക്ക് തോന്നിയൊരു മൈനർ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. വേറെ എല്ലാം കൊണ്ട് ഈ വാഹനം ഗംഭീരമാണ്. സോ നമുക്കിനി എൻജിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാം. സോ ഇതാണ് നമ്മുടെ ടാറ്റ നെക്സോൺ 1.2ൻ്റെ എൻജിൻ റൂം എന്ന് പറയുന്നത്. 1.2 ലിറ്റർ ടർബോ ചാർജഡ് റെവർട്രോൺ എഞ്ചിനാണ് വരുന്നത്. പക്ഷേ 1.2 എഞ്ചിനാണെങ്കിലും 3 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു വൈബ്രേഷൻ ഫീലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ്ലി ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. നമുക്ക് എന്താണ് ടർബോ ചാർജഡ് എഞ്ചിൻ എന്നൊക്കെ ഡ്രൈവിങ്ങിൽ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം വൈബി ആയിട്ടുള്ളൊരു എഞ്ചിനാണ് എന്നാണ് എനിക്ക് ഫീൽ ആയത്. അത്യാവശ്യം ഒരു നോയ്സൊക്കെ അകത്തോട്ട് വരുന്നുമുണ്ട്. സോ അത്യാവശ്യം നല്ല പവറാണ് കേട്ടോ. ഏകദേശം 118 bhp പവർ ഈ വാഹനം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 170 Nm ടോർക്ക് വരുന്നത്. സോ പവറിലൊന്നും യാതൊരു കുറവുമില്ല. അതൊക്കെ നമുക്ക് DC കൂടെ ആയതുകൊണ്ട് കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അങ്ങ് പറക്കുകയാണ്. സോ അതാണ് ഈ ഒരു എഞ്ചിനെ പറ്റി പറയാനുള്ളത്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എഞ്ചിനും കൂടിയാണ്. അത് പ്രൂവ്ഡാണ്. ഈ ഒരു എഞ്ചിൻ നേരത്തെ ഉള്ള വണ്ടി തന്നെ പ്രൂവ്ഡാണ്. സോ അതിൽ DC കൂടെ ആഡ് ചെയ്തപ്പോൾ വണ്ടി ഗംഭീരമായെന്ന് തന്നെ പറയാം. സോ ഇതാണ് എഞ്ചിനെ പറ്റി പറയാനുള്ളത്. നല്ല രസകരമായ നല്ല ഒരു ജീവനുള്ള എഞ്ചിൻ എന്ന് തന്നെ പറയാം. എന്തായാലും എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു കുറവോ കുറ്റമോ ഒന്നും തോന്നില്ല. ജസ്റ്റ് ഒന്ന് വൈബി ആണെന്നുള്ളൊരു ഫീല് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എഞ്ചിനും അല്ലെങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസ് എല്ലാം ഗംഭീരം എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസും കൂടെ ഒന്ന് നോക്കി പോകാം. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ്, നല്ല വലിപ്പമുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെ ടാറ്റ നെക്സോൺ ഉണ്ട്. 382 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ടാറ്റയുടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം അത്യാവശ്യം ഒരു ബേബി സ്ട്രോളറൊക്കെ ഫുള്ളായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിരിക്കാൻ പാകത്തിന്. അത് മാത്രമല്ല, വേണമെങ്കിൽ ഒരു വലിയ ബാഗും കൂടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇവിടെ വയ്ക്കാം. അത്രത്തോളം ഒരു സ്പേസ് ഉണ്ട്. പിന്നെ എടുത്ത് പൊക്കി വെക്കേണ്ട അത്ര താഴ്ന്നൊന്നുമല്ല ഇതിൻ്റെ ഒരു ബേസ് ഇരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് നമുക്ക് ഇത് വരുന്നത്, നമ്മളെ സ്പെയർ ടയർ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമുക്കിവിടെ ഒരു മൂഡ് ലാമ്പ് വരുന്നുണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഹുക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹുക്കുണ്ട്, ഇവിടെ 2 ഹുക്കുണ്ട്, അങ്ങനെ 4 ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു കുടയോ പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് സാധനങ്ങളൊക്കെ വയ്ക്കാൻ സാധിക്കും. സോ ബൂട്ട് സ്പേസും കുറവൊന്നുമില്ല. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെ ഇപ്പോഴത്തെ നെക്സോണും ഉണ്ട്. ഓക്കെ, ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് DC-യുടെ ഒരു ഗുണം എന്താണെന്ന് മനസ്സിലാവുന്നത്. കാരണം ഒട്ടും തന്നെ ലാഗില്ല. ഗിയർ ഷിഫ്റ്റിങ്ങിനിടയിൽ ഒട്ടും തന്നെ ലാഗ് വരുന്നില്ല. ചടയെന്നിങ്ങനെ ഗിയർ മാറി പോകുന്നുണ്ട്. നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് D2, D3, D4, D5, D6, D7 വരെ അങ്ങനെ പോകും. അതുകൊണ്ട് അതാണ് പ്രശ്നം അല്ലേ. ഈ ഒരു ടർബോ എഞ്ചിനും DC-യും കൂടെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കാല് കൊടുത്തു പോകും. അപ്പോൾ മൈലേജിൽ ഡ്രോപ്പ് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് ടാറ്റയുടെ കുഴപ്പമല്ല, ടർബോ എഞ്ചിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് അത്രത്തോളം എയർ ഇൻടേക്ക് ഉണ്ടാവും. പെട്ടെന്ന് ഫ്യൂല് കത്തും, മൈലേജ് പറയും. അത് ടർബോ എഞ്ചിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലാതെ ടാറ്റയുടെ പ്രശ്നമല്ല.
സോ അത് മനസ്സിലാക്കി വേണം നമ്മൾ ടർബോ എഞ്ചിനുള്ള ഒരു വണ്ടി ഓടിക്കാം. മൈലേജ് ആണെങ്കിൽ നമുക്കിവിടെ ഒരു മോഡുണ്ട്, എക്കോ മോഡുണ്ട്. അതൊട്ട് ഓട്ടിച്ചാൽ നമുക്ക് അത്രയും കുറച്ച് പവറേ ലഭിക്കുകയുള്ളൂ, അതനുസരിച്ചുള്ള മൈലേജ് കിട്ടും. നമ്മളിപ്പോൾ സ്പോർട്ട് മോഡിലിട്ട് ഈ ഒരു വണ്ടി DC വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത്രയും, അതായത് ഈ വാഹനത്തിന് ഫുൾ പവർ 100% പവറും കിട്ടും, മൈലേജിന് ഡ്രോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി വണ്ടി ഓടിക്കുക. സോ ഒരു റൈഡബിലിറ്റി എങ്ങനെയെന്ന് വെച്ചാൽ ഗംഭീരം തന്നെയാണ്. നമുക്ക് ഈ ഒരു തിരക്കിനെ പറ്റി സംസാരിക്കും. ഈ ഒരു സിറ്റിയിൽ ഓടിക്കാനും വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര മാനേജബിളാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞുള്ള സ്റ്റിയറിംഗ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കൈ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺസ് ഒക്കെ എടുക്കാൻ സാധിക്കും. സോ അതിലും ഒരു ഫുൾ മാർക്ക് ടാറ്റയ്ക്ക് കൊടുക്കാം. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ് എല്ലാം കൊണ്ടും. പിന്നെ നമുക്കറിയാം, നമ്മൾ കേരളത്തിലെ വണ്ടി ഓടിക്കുമ്പോൾ മിക്ക റോഡുകളും ഓഫ് റോഡെന്ന് പറയാം. സോ സസ്പെൻഷൻ്റെ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ അതും പണ്ടത്തെ നെക്സോണിനേക്കാളും ഒട്ടേറെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഓണറിനും അതാണ് പറയാനുള്ളത്. കാരണം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. കുഴികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു ഷോക്ക് നമ്മളെ വണ്ടിക്കകത്തോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ക്കൊന്നും വണ്ടിക്കകത്തോട്ട് കിട്ടുന്നില്ല. അത്യാവശ്യം കുഴികളൊക്കെ നന്നായിട്ട് തന്നെ എടുത്ത് പോകുന്നുണ്ട്. സോ സസ്പെൻഷനും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ പുറകിലോട്ടല്ല, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പണ്ടത്തെ വാഹനത്തേക്കാൾ ഇമ്പ്രൂവ് എന്ന് തന്നെ പറയാം. സോ നമുക്ക് അകത്തിരിക്കുമ്പോഴും നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും നമുക്ക് ഒട്ടും തന്നെ ഒരു ബോറടി ഫീൽ ചെയ്യുന്നില്ല. അത് ഈ ഒരു എൻജിൻ്റെയും ഈ ഒരു ട്രാൻസ്മിഷൻ്റെ ഒരു ഗുണമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഹൈവേ കിട്ടണം. ഹൈവേ കിട്ടുമ്പോഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു എന്തുകൊണ്ടാണ് നമ്മൾ DC ചൂസ് ചെയ്തിട്ടുള്ള ഒരു ആൻസർ കിട്ടണമെങ്കിൽ നല്ലൊരു ഹൈവേ കിട്ടണം. സോ അത് നമുക്ക് എന്തുകൊണ്ടോ കേരളത്തിലൊന്നും ഓടിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല. നമുക്കിവിടെ പ്രധാനമായിട്ടും സ്പീഡ് ക്യാമറാസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ഒരു 100+ ഒന്നും ഒരിക്കലും പോകാൻ സാധിക്കില്ല. സോ നമുക്ക് പുറത്തൊരു ഹൈവേയിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ക്രൂസ് ചെയ്ത് 100+ലേക്ക് ക്രൂസ് ചെയ്ത് പോകാൻ സാധിക്കും. സോ അല്ല, ഇത് 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരു ലെഫ്റ്റ് ടേൺ എടുത്താൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാമറ ഓൺ ആവും, റൈറ്റ് ടേൺ എടുത്താൽ റൈറ്റ് സൈഡിലെ ക്യാമറ ഓൺ ആവും. സോ അതൊരു അഡീഷണൽ സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. അങ്ങനെ നിർമ്മാതാക്കൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ മാരുതിയുടെ പല വാഹനങ്ങളും ഉണ്ട്. ഇപ്പോൾ ടാറ്റയും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ സെൽട്ടോസിൽ വരുന്നുണ്ട്, പുതിയ വരാൻ പോകുന്ന സോണറിൽ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണെങ്കിൽ ഇല്ല എന്ന് പറയാം. അതും ഇപ്പോഴത്തെ പല വാഹനങ്ങളും ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, പക്ഷേ ഈ വാഹനത്തിലില്ല. സോ അതൊരു വേണമെങ്കിൽ ഒരു കുറവ് എന്ന് വേണമെങ്കിൽ പറയണമെങ്കിൽ ഒരു കുറവായിട്ട് തന്നെ പറയാം, അത്രേ ഉള്ളൂ. വേറെ എന്തുകൊണ്ടും ഒരു അടിപൊളി ഇൻറ്റീരിയർ തന്നെയാണ് ടാറ്റയ്ക്കുള്ളത്. ചെറിയൊരു വൈബ് അല്ലെങ്കിൽ ഒരു നോയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് അത്രത്തോളം ഒരു റിഫൈൻഡ് ആയിട്ടൊരു ടർബോ എഞ്ചിനാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരു 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടൊരു റിഫൈൻമെൻറ്റിലൊരു കുറവ് അതുണ്ട്. പല വാഹനങ്ങളും നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏത് വാഹനം എടുത്ത് നോക്കിയാലും ടർബോ എഞ്ചിനാണെങ്കിൽ 3 സിലിണ്ടർ ആയിരിക്കും. അതിപ്പോൾ സോണറ്റ് ആവട്ടെ, വെന്യൂ ആവട്ടെ, ഏത് വാഹനം എടുത്താലും. ഇനിയിപ്പോൾ കുറച്ചും കൂടെ താഴ്ന്നൊരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൈഗർ ആവട്ടെ, അതുപോലെ തന്നെ മാഗ്നേറ്റ് ആവട്ടെ, അതൊക്കെ എല്ലാം നോക്കുകയാണെങ്കിൽ 3 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് ടർബോയ്ക്ക് വരുന്നത്. ഇതിന് മുകളിലത്തെ സെഗ്മെൻറ്റ്, അതായത് ക്രെറ്റ, സെൽട്ടോസ്, അതൊക്കെ നോക്കുമ്പോഴാണ് നമുക്കൊരു 4 സിലിണ്ടർ ടർബോ എഞ്ചിൻ വരുന്നത്. സോ അതിൻ്റേതായിട്ടൊരു നോയ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് ഭയങ്കരമായി അരോചകമൊന്നും പറയാൻ സാധിക്കില്ല, ചെറിയൊരു നോയ്സാണ്. അത് നമുക്കൊന്ന് കണ്ണടച്ച് കളയാമെന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ 2023 മോഡൽ ടാറ്റ നെക്സോണിൻ്റെ പുതിയ വിശേഷങ്ങളും അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏറെക്കുറെ എല്ലാം ഞാൻ കവർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഫ്രണ്ടിലും എക്സ്റ്റീരിയറിലും ബാക്കിലും എല്ലാം ഇൻറ്റീരിയറിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 8.5 ലക്ഷം മുതൽ 15.5 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വിലയായിട്ട് വരുന്നത്. ഒരുപാട് വേരിയൻറ്റ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭ്യമാണ്. ഏകദേശം 25-ൽ കൂടുതൽ വേരിയൻറ്റ്, പല കളർ ഓപ്ഷൻ ആവട്ടെ, ഗിയർ ഓപ്ഷൻ ആവട്ടെ, പെട്രോൾ, ഡീസൽ ആവട്ടെ, അങ്ങനെ എല്ലാത്തിലും കൂടി ഒരു 25+ വേരിയൻറ്റ്സ് ഈ ഒരു ടാറ്റ നെക്സോണിനുണ്ട്. സോ നമുക്ക് ഇഷ്ടം പോലെ ഏതാണോ സെലക്ട് ചെയ്യാവുന്നൊരു ഓപ്ഷനും ടാറ്റ നൽകിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓണർ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തും എൻ്റെ കൊളീഗുമായിട്ടുള്ള അഖിലാണ്. സോ അഖിലിനെയും കൂടെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്.
സോ അതിൽ എനിക്ക് അത് തന്നെ ചോദിക്കാനുള്ളത്, എന്താണ് ഈ ഒരു വാഹനം എന്തുകൊണ്ട് എടുത്തു? നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കോമ്പാക്ട് SUV-ൽ വെന്യൂ ഉണ്ട്, സോണറ്റ് ഉണ്ട്, ബ്രസ്സ ഉണ്ട്, പിന്നെ എലിവേറ്റ് വന്നു, പിന്നെ നെക്സോൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നെക്സോണിലേക്ക് തന്നെ പോയത്? ഇപ്പോൾ ആരോമൽ പറഞ്ഞ പോലെ ഈ പല വേരിയൻസ്, അതായത് ഒരുപാട് വേരിയൻസുമായിട്ട് നെക്സോൺ ഒരു ഫേസ് ലിഫ്റ്റ് നടത്തിയത് ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ്. അപ്പോൾ ഞാൻ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്ത സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ സോണറ്റും ഒപ്പം ഈ ബാക്കിയുള്ള വണ്ടികൾ, ഇപ്പോൾ സെൽറ്റോസിൻ്റെ ബേസ് വേരിയൻറ്റ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നെക്സോൺ ഒരു ഫേസ് ലിഫ്റ്റുമായിട്ട് വന്നപ്പോൾ എന്നെ ആകർഷിച്ചത് അതിൻ്റെ ഒരു പുതിയ ഫീച്ചേഴ്സും പുതിയ ലുക്കും, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യവും, ഒപ്പം ട്രാൻസ്മിഷൻ, പ്രധാനമായിട്ടും ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കിയ സമയത്ത് DCA കൊണ്ടുവന്നു. അത് വലിയൊരു ആകർഷകമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്യുവർ, സ്മാർട്ട്, ക്രിയേറ്റീവ്, ഫിയർലെസ്, അങ്ങനെ 4 പേരിട്ടാണ് ടാറ്റ വിളിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് വേരിയൻസ് ഉള്ളത്. ഇപ്പോൾ പ്യുവറാണ് ഇപ്പോൾ ബേസ് വേരിയൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ 8.5 ലക്ഷത്തിൽ തുടങ്ങുന്ന ആ ഒരു വണ്ടിക്ക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പ്യുവർ S എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഇട്ടിട്ട് അതിന്, അതായത് നമുക്ക് അത്യാവശ്യം വേറെ, അതായത് ഇപ്പോൾ ഈ വാഹനത്തിൽ കിട്ടുന്ന പല ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ സൺറൂഫ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ടാറ്റ വേരിയന്റ് ബേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സൺറൂഫിന് വേണ്ടി ഇപ്പം ചില കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അതായത് സൺറൂഫ് ഒരു അത്യാവശ്യമായിട്ട് ഇപ്പോൾ മാറി. അതെ, ഇപ്പോൾ ഞാൻ വാഹനം എടുത്ത സമയത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് സൺറൂഫുള്ള മോഡൽസ് ആയിരുന്നു കമ്പയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കി വന്ന സമയത്താണ് ഫേസ് ലിഫ്റ്റ് വന്നതും പിന്നെ അതിനോടൊരു താല്പര്യം തോന്നിയതും. പിന്നീട് ആ ഷോറൂമിൽ പോയി അവിടെ അപ്പോൾ ആ സമയത്ത് വാഹനം എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഒരു ഷോറൂം വെഹിക്കിൾ ഉണ്ടായിരുന്നു, അതും കണ്ടു, ടോട്ടലി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതെന്ന് പറയുന്നത് ക്രിയേറ്റീവ് S+ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇതിന് എത്രയാണ് നമുക്ക് ഒരു ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വന്നത്? എത്രയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ്? ക്രിയേറ്റീവ് പ്ലസ് S DCA മോഡലിന് 16 ലക്ഷമാണ്. 16 ലക്ഷമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 16 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ക്രെറ്റയുടെ രണ്ടാമത്തെ വേരിയന്റോ അല്ലെങ്കിൽ ഒരു സെൽറ്റോസിന്റെ രണ്ടാമത്തെ വേരിയന്റ് ഒക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നോക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നു, ആ വേരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇത്രയും ഫീച്ചേഴ്സ് അതിലില്ല. അപ്പം ഈ സൺറൂഫ്, DCA, ഈ മെയിൻ കാര്യങ്ങളാണ്. ഇപ്പോൾ പാഡിൽ ഷിഫ്റ്റ്, ഒരു ബിൽഡ് ക്വാളിറ്റി കൂടെ നോക്കി തോന്നല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ എല്ലാ ഇന്ത്യക്കാരും നോക്കുന്ന പോലെ ഒരു സേഫ്റ്റി എന്നുള്ള കാര്യം അത് എല്ലാവരും മുഖ്യമായിട്ട് നോക്കുന്നുണ്ട്. പണ്ട് നമുക്കറിയാം, നമ്മൾ സേഫ്റ്റിക്ക് ഒരു പ്രാധാന്യം കൊടുത്തില്ല, നമ്മൾ മൈലേജിനും പ്രൈസിന്റെ ഒരു കുറവിനുമാണ് പ്രാധാന്യം കൊടുത്തത്. സുസുക്കിയുടെ വാഹനങ്ങൾ ഇത്രയും. അതെ, തീർച്ചയായും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ സേഫ്റ്റിക്കും ആൾക്കാർ പ്രാധാന്യം കൊടുത്തു. അതനുസരിച്ച് മാരുതി സുസുക്കിയും സേഫ്റ്റിയിൽ ഒരുപാട് ഒരു വ്യത്യാസം കൊണ്ടുവന്നു. അവരുടെയും പല വാഹനങ്ങൾക്ക് 4 സ്റ്റാറും 5 സ്റ്റാറൊക്കെ കിട്ടുന്നുണ്ട്. സോ അതിനൊരു ബെഞ്ച് മാർക്ക് വെച്ചത് ടാറ്റ ആണെന്ന് പറയാം, ബിൽഡ് ക്വാളിറ്റിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ നെക്സോൺ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്ലാന് ബ്രസ്സ ഉണ്ടായിരുന്നു, ആ ഒരു പട്ടികയിൽ ബ്രസ്സ ഉണ്ടായിരുന്നു. നമ്മൾ ചർച്ച ചെയ്തതാണ് ബ്രസ്സ, സോണറ്റ്, വെന്യൂ എന്നൊക്കെ ചർച്ച ചെയ്തതാണ്. അതിൽ സോണറ്റിലായിരുന്നു ഏകദേശം നമ്മൾ കുറച്ചുകൂടി നോക്കിയത്, സോണറ്റ് വേഴ്സസ് ബ്രസ്സ എന്നുള്ളൊരു കമ്പാരിസൺ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് എന്തായാലും നെക്സോണിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്? നിലവിൽ അറൗണ്ട് 500 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. സർവീസ് പോലും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് കുറേ നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്. യൂസർ റിവ്യൂസ് ഒരുപാട് ഗ്രൂപ്പുകളിലും നെക്സോണിൻ്റെ ഗ്രൂപ്പുകളിലായാലും മറ്റ് ഗ്രൂപ്പുകളിലായാലും വരുന്നുണ്ട്. അതിലൊരു എനിക്കിതുവരെ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ DCA വാഹനങ്ങളിൽ ഒരുപാട് ടാറ്റ നെക്സോണിൽ ആദ്യമായിട്ടാണ് DCA കൊണ്ടുവരുന്നത്. അപ്പോൾ കുറേ ട്രാൻസ്മിഷൻ എറർ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. 500 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പക്ഷേ 100 കിലോമീറ്റർ ആവാത്ത വണ്ടികളിൽ പോലും അതുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതുവരെ ഭാഗ്യം കൊണ്ട് അതില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ എനിക്ക് തോന്നുന്നു എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോഴും ചെറിയ ടാറ്റ എവിടെയൊക്കെ ഉണ്ട്, പണ്ടത്തെ ഒരു ടാറ്റ എവിടെയൊക്കെ ഉണ്ടെന്ന് പറയേണ്ടി വരും. അതെ, പ്രത്യേകിച്ച് നമ്മൾ ഷോറൂമിൽ പോയാലും സർവീസ് സെന്ററിലൊക്കെ പോകുമ്പോൾ ഫീൽ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ വണ്ടി തരുന്നവരെ വളരെ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷേ വണ്ടി തന്നു കഴിഞ്ഞ് സർവീസിലേക്ക് പോകുമ്പോൾ ടാറ്റ ഇപ്പോഴും അത്രത്തോളം ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളൊരു പരാതി പല ഭാഗത്തുനിന്നുമുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ നെക്സോൺ ഇനിയും ഉയരങ്ങളെത്തും. ഇപ്പോൾ തന്നെ നമ്പർ 1 കോമ്പാക്ട് SUV ആണ് ഇന്ത്യയിൽ. കഴിഞ്ഞ മാസം വിറ്റതിൽ ബ്രസ്സയെ മലർത്തിയടിച്ച് ഇപ്പോൾ നെക്സോൺ ആണ് നമ്പർ 1 കോമ്പാക്ട് SUV ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഉയരങ്ങൾ, ഇനിയും സെല്ലിംഗ് ഒക്കെ വരണമെങ്കിൽ അതും കൂടെ ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു കോംപ്രമൈസൊക്കെ ഒരു അകത്തെ ഇൻറ്റീരിയർ ക്വാളിറ്റിയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ നെക്സോൺ അതിഗംഭീരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ മൈലേജ് ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല, ഫസ്റ്റ് സർവീസിലും ആയിട്ടില്ലെങ്കിലും സാറ്റിസ്ഫൈഡ് ആണോ? നിലവിലെ മൈലേജിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ 3 മോഡലുകളാണ്, സിറ്റി, എക്കണോമിക്, സ്പോർട്സ്. ഇത് 3 നമ്മൾ മാറി ഉപയോഗിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഇപ്പോൾ സ്പോർട്സ് മോഡ് ഇട്ട് മാക്സിമം പവർ നോക്കാനും എല്ലാം നോക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ അതിൽ കാണിക്കുന്നത് പ്രകാരം 8, 10 ആ ഒരു റേഞ്ചാണ്. അതിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റില്ല. യെസ്, അപ്പോൾ ആ ഒരു മൈലേജ് ഓക്കെ. നമുക്ക് ഫസ്റ്റ് സർവീസ് കഴിയുമ്പോൾ ചിലപ്പോൾ 15 കൂടുതൽ ഹൈവേയിലേക്ക് കിട്ടുമായിരിക്കും. ഈവൻ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ വേറൊരു നെക്സോൺ കൂടി ഉണ്ട്, 2020 മോഡൽ നെക്സോൺ ഉണ്ട്. അപ്പോൾ അതിനും 3 സർവീസ്
സർവീസ് ആവുന്നത് വരെ മൈലേജ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഏകദേശം ഒരു 12, 13, 14 ആയിരുന്നു. അതും പെട്രോൾ വേരിയന്റ് തന്നെയായിരുന്നു ആദ്യത്തെ നെക്സോൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ജെൻ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിലവിലെ നെക്സോണിൻ്റെ ഫീച്ചേഴ്സിലും ലുക്കിലൊക്കെ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ആ മൈലേജ് ഗ്രാജുവലി സർവീസ് കഴിയുന്ന ഒരു 1-2 സർവീസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് 15 വരെയെങ്കിലും മിനിമം എന്തായാലും ഹൈവേയിലേക്ക് കിട്ടുമെന്നും പല കസ്റ്റമേഴ്സ് ഇപ്പോഴും പറയുന്നുണ്ട്. സോ അതിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഇതൊക്കെയാണ് ടാറ്റ നെക്സോണിനെ പറ്റി ഓണറിനും പറയാനുള്ളത്. അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ്, ലുക്കിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്, അകത്തെ ഫീച്ചേഴ്സിലും സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ടാറ്റ. അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും മികച്ചൊരു കോമ്പാക്ട് SUV എന്ന് നമുക്ക് കണ്ണുപൂട്ടി തന്നെ പറയാവുന്നൊരു വാഹനമാണ് എന്തായാലും ടാറ്റ നെക്സോൺ. സോ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വരുന്നൊരു ദിവസം വേറൊരു എപ്പിസോഡിൽ വാഹനമായിട്ടോ അല്ലെങ്കിൽ യാത്രാ വിശേഷവുമായിട്ടോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.